ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് 10th സ്റ്റാൻഡേർഡിൻ്റെ SCRTയുടെ ലാസ്റ്റത്തെ ഇംഗ്ലീഷിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. 10th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ തുടങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇതോടുകൂടി SCRTയുടെ 5 to 10 ഇംഗ്ലീഷിൻ്റെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ലാസ്റ്റ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു ടേബിളാണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ജസ്റ്റ് ഇത് മാത്രം ഒന്ന് ആദ്യം നമുക്കൊന്ന് നോക്കിപ്പോവാം. ഓക്കെ, ആർട്ടിലറി എന്താണ്? ലാർജ് ഗൺസ് യൂസ്ഡ് ഇൻ എ വാർ. എന്താണ് ലാർജ് ഗൺസ് യൂസ്ഡ് ഇൻ എ വാർ? യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന വലിയ വലിയ തോക്കുകളില്ലേ, അതിനെയാണ് പറയുന്നത് കേട്ടോ. ആൻ ഒഫീഷ്യൽ ഹു കീപ്സ് ഓർഡർ. എന്താണ്? ബൈലിഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആൻ ഒഫീഷ്യൽ ഹു കീപ്സ് ഓർഡർ ആൻഡ് ഇസ് ഇൻ ചാർജ് ഓഫ് പ്രിസണേഴ്സ് ഹി ക്യാരീസ് എ ക്ലബ്. അല്ലേ, എന്താണ്? ഒരു ഒഫീഷ്യൽ ഉണ്ടാവില്ല, എന്താണ്? ഓർഡർ കൊടുക്കുന്നതും അതുപോലെ തന്നെ പ്രിസണേഴ്സിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ആളെ നമ്മൾ പറയുന്നതാണ് ബൈലിഫ് എന്ന് പറയുന്നത്. ചിലതിൽ പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്ക് വരാം. ഓക്കെ, ജസ്റ്റ് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, കൊടുത്തിരിക്കുന്നത് എന്താണോ അതുപോലെ തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടിട്ടാണ് PSC ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് കറക്റ്റായിട്ട് അതുപോലെ പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്തെന്താണ്? ബുസാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ ലാർജ് ബേർഡ് ഓഫ് പ്രേ. എന്താണ്? ലാർജ് ബേർഡ് ഓഫ് പ്രേ ആണ്. കാസ്റ്റവേ എന്താണ്? എ സ്ട്രെയിൻഡഡ് പേഴ്സൺ. ഓക്കെ, കോഫർ എ സ്ട്രോങ് ബോക്സ് ഫോർ മണി ഓർ വാല്യുബിൾ ഒബ്ജക്റ്റ്. അല്ലെ, പൈസയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തോ വാല്യുബിൾ ആയിട്ടുള്ള വസ്തുക്കളോ ഇടാനുള്ള ബോക്സിനെയാണ് പറയുന്നത്. ഓക്കെ, കോംപ്രസ് എന്താ? എ തിക്ക് ക്ലോത്ത് പ്രസ്ഡ് ഓൺ ദ ബോഡി ടു റിലീവ് പെയിൻ. തിക്ക് ക്ലോത്ത് പ്രസ്ഡ് ഓൺ ദ ബോഡി ടു റിലീവ് പെയിൻ. നമ്മൾ ഈ ചൂട് വെക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഇതില്ലേ, ഒരു നല്ല തുണിയുടെ ആ സംഭവത്തിനെയാണ് പറയണമെന്ന് തോന്നുന്നു കേട്ടോ. ഡിറ്റാച്ച്മെന്റ് എന്താണ്? ഡിറ്റാച്ച്മെന്റ് എ ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്. ഡ്രഞ്ച്ഡ് എന്താണ്? സോക്ക്ഡ് എന്നാണ് വരുന്നത് ഇവിടെ, സോക്ക്ഡ്. ഓക്കെ, എയ്ഡഡ് ഡൗൺ എന്താണ്? എ തിക്ക് ബെഡ് കവർ ഫിൽഡ് വിത്ത് സോഫ്റ്റ് ഫെതേഴ്സ് ഓർ അതർ വാം മെറ്റീരിയൽ. എംബാരസ് എന്താണ്? ടു കോസ് ഷെയിം. എന്താണ്? ടു കോസ് ഷെയിം. ഗെറ്റോ എന്താണ്? പാർട്ട് ഓഫ് എ ടൗൺ or village marked out for the poor and the marginalized. എന്താണ്? പാർട്ട് ഓഫ് എ ടൗൺ ഓർ വില്ലേജ് മാർക്ക്ഡ് ഔട്ട് ഫോർ ദ പുവർ ആൻഡ് ദ മാർജിനലൈസ്ഡ്. ഓക്കെ, ഗ്രാൻഡോർ എന്താണ്? ഇംപ്രസീവ് അപ്പിയറൻസ് ഓർ സ്റ്റൈൽ. എന്താണ്? ഇംപ്രസീവ് അപ്പിയറൻസ് ഓർ സ്റ്റൈൽ. ഹാങ് ഓൺ ടു സ്റ്റേ ആൻഡ് റിമെയിൻ ഹോപ്പ്ഫുൾ. ഹാങ് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്റ്റേ ചെയ്യുക അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടി നിൽക്കുക. ഓക്കെ, ഇംപെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടു പ്രിവെന്റ് ഓർ ഹിൻഡർ. ഓക്കെ, ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്റ്റ് എന്താണ്? അൺനോൺ ലാംഗ്വേജ് ആണ് കേട്ടോ. അൺനോൺ ലാംഗ്വേജ്. ഇൻഫേർണോ എന്താണ് വരുന്നത്? എ ഹെല്ലിഷ് പ്ലേസ്. ഇൻവാലിഡ് എന്താണ്? എ പേഴ്സൺ ഡിസേബിൾഡ് ബൈ ഇൽനെസ് ഓർ ഇഞ്ചുറി. ഇറിഡിസെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബ്രൈറ്റ് ആൻഡ് ഷൈനിങ്. ലാർഡർ എ സ്മോൾ സ്റ്റോർ റൂം. എന്താണ്? എ സ്മോൾ സ്റ്റോർ റൂം. ഓക്കെ, ലെഫ്റ്റനന്റ് എന്താണ്? an officer of a middle rank in the armed forces below a captain. ഇതിന്റെ സ്പെല്ലിംഗ് പലപ്പോഴും ചോദിക്കാനുണ്ടല്ലേ. ലെഫ്റ്റനന്റിന്റെ സ്പെല്ലിംഗ് എന്താണെന്നുള്ളത് നോക്കി വെക്കണേ. ഓക്കെ, ലോഫ്റ്റ് എന്താണ്? എ റൂം അണ്ടർ എ റൂഫ് യൂസ്ഡ് ഫോർ സ്റ്റോറേജ്. എന്താണ്? എ റൂം അണ്ടർ ദ റൂഫ് യൂസ്ഡ് ഫോർ സ്റ്റോറേജ്. ഓക്കെ, ലൂപ്പർക്കൽ എന്താണ്? ലൂപ്പർക്കൽ മീൻസ് എ ഫെസ്റ്റിവൽ ഓഫ് ആൻഷ്യന്റ് റോം. ഓക്കെ, മാഗ്നാനിമസ് എന്താണ്? ജനറസ്. ജനറസ് ആണ്. ഓക്കെ, മോത്ത്ബോൾ എന്താണ്? നാഫ്തലിൻ ബോൾസ് ടു പ്രൊട്ടക്ട് ക്ലോത്ത്സ് ഫ്രം പെസ്റ്റ്. ഓക്കെ, എന്താണ്? നാഫ്തലിൻ ബോൾസ് ടു പ്രൊട്ടക്ട് ക്ലോത്ത്സ് ഫ്രം പെസ്റ്റ്. ഈ നമ്മുടെ ഒരു വൈറ്റ് കളറിൽ ഉള്ളൊരു സാധനമില്ലേ, നമ്മൾ ഈ അലമാരയിലൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു സംഭവത്തിനാണ് മീൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു, ഈ നല്ല മണത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, നെയ്വ് റിവീലിംഗ് എ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്. എന്താണ്? റിവീലിംഗ് എ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്. പംപ്സ് എന്താണ്? പംപ്സ് പ്ലെയിൻ ഷൂസ് വിത്ത് ഹീൽസ് ഫോർ വുമൺ. കേട്ടോ. റാബിറ്റ് വാറൻ എന്താണ്? ആൻ എൻക്ലോസ്ഡ് പ്ലേസ് ഫോർ ബ്രീഡിംഗ് റാബിറ്റ്സ്. റാക്ക് പിക്കർ എന്താണ്? വൺ ഹൂ കളക്ട്സ് ആൻഡ് സെൽ റാക്സ്. ഓക്കെ, റീസോണന്റ് എന്താണ്? ലൗഡ് ആൻഡ് ക്ലിയർ. ഓക്കെ, സെനൈൽ എന്താണ്? ലൂസിങ് വൺസ് സെൻസ് ആൻഡ് മെമ്മറി ഇൻ ഓൾഡ് ഏജ്. സ്ലംപ് എന്താണ്? സിറ്റ് ഓർ ഫോൾ ഹെവിലി ആൻഡ് ലിംബ്ലി. ഓക്കെ, അക്കംപ്ലിഷ്മെന്റ് എന്താണ്? അച്ചീവ്മെന്റ് ആണ്. അല്ലെ, അഫോർഡബിൾ എന്താണ്?
ഇൻഎക്സ്പെൻസീവ്, എക്സ്പെൻസീവ് അല്ലാത്തതാണ്, വിത്ത് വൺസ് ഇൻ സ്പെൻഡിങ് കപ്പാസിറ്റി. ഓക്കെ. ബിസെക് എന്ന് വെച്ചാൽ എന്താണ്, റിക്വസ്റ്റ് ആണ് കേട്ടോ. ബിസിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റിക്വസ്റ്റ് ആണ്. കോഴ്സ് എന്താണ്, റഫാണ് കോഴ്സ്. ഓക്കെ, റഫാണ്. കണ്ടംപ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എക്സ്പ്രസിങ് സ്ട്രോങ് ഡിസ്ലൈക്ക് അല്ലേ, ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിക്കുക. ഓക്കെ. ഡെഫി എന്താണ്, ഡെഫി ഡിസൊബേ ആണ് ഡെഫി. ഡിജക്റ്റഡ് സാഡ് ആണ്, സാഡിനെയാണ് പറയുന്നത്. ഡിലേമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എ ഡിഫിക്കൽട്ട് ചോയ്സ്. ഓൺട്രപ്രണർ എന്താണ്, വൺ ഹു സ്റ്റാർട്ട് എ ന്യൂ വെഞ്ചർ ബിസിനസ് പ്രോജക്റ്റ്. ഓക്കെ. എസെൻഷ്യൽ എന്താ, നെസസറി. ഓക്കെ. എക്സോബിറ്റന്റ് എന്താണ്, എക്സോബിറ്റന്റ് എക്സ്പെൻസീവ് ആണ്. ഫോളോ സ്യൂട്ട് ടു ഡു സംതിങ് ആസ് someone else. ഓക്കെ. ഗാസ് എന്ന് പറയുന്നത് തിൻ ക്ലോത്ത് ആണ് കേട്ടോ, തിൻ ക്ലോത്ത്. ഹെസിസ്റ്റന്റ് ഷൈ, അഫ്രൈഡ്. ഹ്യൂമിലിയേറ്റ് ടു ഷെയിം സംവൺ. ഓക്കെ. ഇമ്പാക്റ്റ്, എഫക്റ്റ്. ഇംപയർഡ്, ഡിസബിൾഡ്. ഓക്കെ. മോർട്ടേജ്, പ്രോപ്പർട്ടി പ്ലെജ്ഡ് ടു എ ബാങ്ക് ഫോർ എ ലോൺ. പ്രോപ്പർട്ടി പ്ലെജ്ഡ് ടു എ ബാങ്ക് ഫോർ ലോൺ അല്ലെ, ബാങ്കിൽ ലോണിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി. ഒബ്സെഷൻ, സംതിങ് ദാറ്റ് വൺ തിങ്സ് അബൌട്ട് ഓൾ ദ ടൈം. ഓക്കെ. സംതിങ് ദാറ്റ് വൺ തിങ്സ് അബൌട്ട് ഓൾ, എല്ലാ സമയം ആലോചിച്ചുകൊണ്ടിരിക്കുക. ഐ എം കറന്റ് ഒബ്സസ്ഡ് വിത്ത് ദാറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കേട്ടോ. പാറ്റന്റ് എന്താണ്, ദ ലീഗൽ റൈറ്റ് ടു ആൻ ഇൻവെൻഷൻ. ഓക്കെ. പെർസെപ്ഷൻ എന്താണ്, ബിലീഫാണ്. പെർസെപ്ഷൻ, ബിലീഫ്. പെർസിവർ എന്താണ്, ടു സ്ട്രൈവ് ഹാർഡ് ടു അച്ചീവ് സംതിങ്. പ്രൊക്യൂർ എന്താണ്, ടു ഗെറ്റ് സംതിങ് വിത്ത് ആൻ എഫേർട്ട്. പ്രോസ്പെക്റ്റ് എന്താണ്, ദ പോസിബിലിറ്റി ഓഫ് എ ഗുഡ് ഫ്യൂച്ചർ. റീഹാബിലിറ്റേറ്റ് എന്താണ്, ടു റിസ്റ്റോർ ടു ഗുഡ് ഹെൽത്ത്. സാന്റർ എന്താണ്, ടു വാക്ക് ഇൻ എ റിലാക്സ്ഡ് വേ. സ്മൂത്തർ എന്താണ്, ടു കിൽ ബൈ പ്രിവെന്റിംഗ് ബ്രീതിങ്. സോർഡിഡ് എന്താണ്, ഡേർട്ടി അൺപ്ലസന്റ്. സ്റ്റെറിലൈസ് എന്താണ്, ടു മേക്ക് ക്ലീൻ ആൻഡ് germ face. ഓക്കെ. അപ്പൊ സ്റ്റെറിലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടു മേക്ക് ക്ലീൻ ആൻഡ് ജേം ഫ്രീ. ഓക്കെ. സബ്സിഡൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, partly paid for by the government or an organization. Okay, partly paid for by the government or an organization. Sue എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, to take a legal action against, okay, an individual, organization, government അല്ലെ, ലീഗൽ ആക്ഷൻ എടുക്കാതെ ഇൻഡിവിജ്വലോ ഓർഗനൈസേഷനോ ഗവൺമെന്റോ ആവാം. ഓക്കെ. ട്രക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ to walk a long distance. Waive എന്താണ്, waive means to exempt from a tax or duty. Okay. Accomplice എന്താണ്, one who helps another in a crime or offense. Okay. Blister എന്താണ്, a bubble on the skin caused by friction, burns or infection. Okay. മുഖത്തുള്ള കുരു ഉണ്ടല്ലോ, ബബിള് വരിക, ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ പൊള്ളല് കൊണ്ടോ ഒക്കെ വരുന്നത് കേട്ടോ. ക്രെഡൻസ് എന്താണ്, ട്രസ്റ്റ് ആണ് കേട്ടോ. ക്രെഡൻസ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ആണ്. ക്രോസ് എന്താണ്, അനോയിഡ്. ഡെലീരിയം ഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഓക്കെ. ഡിസ്റ്റോർട്ടഡ് എന്താണ്, ഓക്കെ. എന്താണ്, ട്വിസ്റ്റഡ് ഔട്ട് ഓഫ് ഷേപ്പ്. എംബാരസ്ഡ് എന്താണ്, അഷെയിംഡ് ഓർ ഷൈ. ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, യെല്ലോയിഷ് ബ്രൗൺ ആണ് കേട്ടോ, ജെൻഡർസ് എന്താണ്, ദ ആംഡ് പോലീസ്. ഓക്കെ. ഹാരോവിങ് എന്താണ്, കോസിംഗ് ഡിസ്ട്രസ്. ഓക്കെ. ഹെർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ പ്ലേസ്. ഹിയർത്ത് എന്നാണെന്ന് തോന്നുന്നു, ഹിയർത്താണോ ഹെർത്താണോ എന്നറിയില്ല. ഓക്കെ. ഇൻകൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്ട്രേഞ്ച് ആണ് കേട്ടോ, പറയുന്നത്. ഇൻക്രിഡലസ് എന്താണ്, അണേബിൾ ടു ബിലീവ്. ഇൻഡിഗ്നേഷൻ എന്താണ്, ആങ്കർ ആണ്. മോർണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫോർമൽ ബ്ലാക്ക് ഡ്രസ് വോൺ വെൻ എ ക്ലോസ് ഫ്രണ്ട് ഓർ റിലേറ്റീവ് ഡൈസ് കേട്ടോ. മോർണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫോർമൽ ബ്ലാക്ക് ഡ്രസ് വോൺ when a close friend or relative dies. Mutter എന്താണ്, to say something in a low voice. Okay. അടുത്തെന്താണ്, pocket book എന്താണ്, a purse wallet. Pompous എന്താണ്, to Solomon or grand.
റീറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ ടു റിപ്പീറ്റ് ആണ്. റീറ്ററേറ്റ് എന്നാണ് ടു റിപ്പീറ്റ് ആണ്. റീടോട്ട് എന്താണ്? റീടോട്ട് ടു റിപ്ലൈ ഇൻ എ ഷാർപ്പ് ഓർ ആംഗ്രി മാനർ. ടു റിപ്ലൈ ഇൻ എ ഷാർപ്പ് ഓർ ആംഗ്രി മാനർ. റമ്മേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ഹാസ്റ്റിലി, സെർച്ച് സ്റ്റാറ്റിലി. സ്റ്റോയിക്കലി എന്താണ്? ടു സഫർ വിത്തൗട്ട് കംപ്ലൈങ് ഓർ ഷോവിങ് ഇമോഷൻ. ടു സഫർ വിത്തൗട്ട് കംപ്ലൈങ് ഓർ ഷോവിങ് ഇമോഷൻസ്. ടാവറിൻ എന്താണ്? ആൻ ഇൻ ഓർ പബ് ആണ്. ത്രഷോൾഡ് എന്താണ്? ദ എൻട്രൻസ് ടു എ ബിൽഡിംഗ് ഓർ റൂം. ഓക്കെ. വെഞ്ചർ എന്താണ്? ടു അണ്ടർടേക്ക് സംതിങ് റിസ്കി. ഓക്കെ. വിറ്റാലിറ്റി എന്താണ്? സ്ട്രെങ്ത് ആണ് കേട്ടോ. വൈറ്റിലിറ്റി എന്നാണ് തോന്നുന്നു. സ്ട്രെങ്ത് ആണ്. വ്രിങ്കിൾ എന്താണ്? ടു ട്വിസ്റ്റ് ആൻഡ് റൺ. ടു ട്വിസ്റ്റ് ആൻഡ് റൺ. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ. ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ബ്രിങ് അപ്പ് എന്നാൽ എന്താണ്? ടു ലുക്ക് ആഫ്റ്റർ എ ചൈൽഡ് അണ്ടിൽ ഇറ്റ് ഗ്രോസ് അപ്പ്. ഓക്കെ. സ്പീക്ക് എന്താണ്? ടു സ്പീക്ക് മോർ ലൗഡ്ലി ഓർ എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ ഫ്രാങ്ക്ലി. ഗീവ് അപ്പ് എന്താണ്? ഗീവ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്റ്റോപ്പ് മേക്കിംഗ് ആൻ എഫേർട്ട്. ടു മേക്കിംഗ് ആൻ എഫേർട്ട്. ഓക്കെ. കോൾ അപ്പ് എന്താണ്? കോൾ അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സമ്മൺ ഓർ കോണ്ടാക്ട് സമ്മൺ ഓവർ ദ ഫോൺ. ഓക്കെ. സമ്മൺ ഓർ കോണ്ടാക്ട് സമ്മൺ ഓവർ ദ ഫോൺ. ടേൺ അപ്പ് എന്താണ്? ടേൺ അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അറൈവ് ഓർ ഹാപ്പിയർ. ടു അറൈവ് ഓർ ഹാപ്പിയർ. ലുക്കപ്പ് എന്താണ്? ടു ഫൈൻഡ് ഓർ സെർച്ച്. ടു ഫൈൻഡ് ഓർ സെർച്ച്. ഈ ഒരു സംഭവം എപ്പോഴും PSC പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ. മനസ്സിലാവുന്നുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. ഇത് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ 10th സ്റ്റാൻഡേർഡിന്റെ ഇംഗ്ലീഷും മലയാളവും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ബാക്കിയുള്ള ക്ലാസ്സസും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ SCRTയുടെ ബാക്കിയുള്ള ക്ലാസ്സസും കൂടെ നമ്മൾ വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതായത് ഇനിയിപ്പോൾ സോഷ്യൽ സയൻസസ്, അതുപോലെ തന്നെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, അങ്ങനെയുള്ള ഒരുപാട് ചാപ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേറെ ഓരോരോ വീഡിയോസിലായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്.